ശബരിമല ശ്രീകോവിലില് വലതുഭാഗത്ത് സ്വർണ്ണ നിറം മാറി കറുത്ത നിറമായിരിക്കുകയാണ്. നമുക്കറിയാം ഏറെക്കുറെ വിവാദമായിരിക്കുകയാണ് ശബരിമലയും സ്വർണ്ണക്കൊള്ള കേസും. ഇതിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ കൂനുമേൽ കുരു എന്ന് പറഞ്ഞ പോലെ രണ്ടടി മാറി ഭാഗത്ത്, അതും ആറു മാസത്തിനുള്ളിൽ ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോഴാണ്, ഈ ചൊവ്വാഴ്ചയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു കറുത്ത നിറം വന്നതെന്ന് ആർക്കും അറിയുകയില്ല. മാസമായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. എന്നാൽ മാതൃഭൂമി പകർത്തിയ ഒരു ചിത്രത്തിൽ, ജനുവരി 8-ന് മാതൃഭൂമി പകർത്തിയ ചിത്രത്തിൽ നിറവ്യത്യാസം കാണാനുണ്ട്. 2025 ഡിസംബർ 28-ന് നട അടച്ച സമയത്തുള്ള ചിത്രത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാൽ ഡിസംബർ 30-ന് മകരവിളക്കിന് നട തുറന്നപ്പോൾ ജനുവരി 1-ന് പകർത്തിയ ചിത്രത്തിലും ഈ വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ജനുവരി 1-ന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതായത് ജനുവരി 2 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമായിരിക്കാം നിറമാറ്റം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ കാരണമാണ് വിചിത്രം. ഇതര സംസ്ഥാനത്തു നിന്ന് വന്ന ഭക്തരോ അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളി ഭക്തരോ, നമുക്കറിയാം ശബരിമല എന്ന് പറയുമ്പോൾ നാനാ മത വിഭാഗക്കാർ, ജാതി മത ഭേദമന്യേ, അതേപോലെ ഭാഷ അന്യേ നമ്മുടെ അടുത്ത്, അതായത് അയ്യനെ കാണാനായിട്ട് ഒഴുകിയെത്തുന്ന ജനസാഗരമാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ ആ മേൽക്കൂരയിലേക്ക് നെയ് വലിച്ചെറിഞ്ഞതാകാം എന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് അവിടെ കിടന്ന് അഴുക്ക് പറ്റിപ്പിടിച്ച് കാലങ്ങളായി കിടന്ന്, അതും മഴയും കൂടി പെയ്തു കഴിഞ്ഞപ്പോൾ അത് ബാക്കിയുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്താണ് ഈ ഒരു കാരണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ അടിച്ചും തുടച്ചും വൃത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ശബരിമലയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ തന്ത്രിയോട് അഭിപ്രായം ചോദിക്കണം, അനുവാദം ചോദിക്കണം. ഈ തന്ത്രിയോട് അനുവാദം ചോദിക്കാനായിട്ട്, അതായത് ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് ശബരിമലയില് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. നമുക്കറിയാം സ്വർണ്ണക്കൊള്ള കേസ് ഏറ്റവും വിവാദമായിരിക്കുകയാണ്. ഇപ്പോഴും അത് അവിടെ ഇവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ പ്രതി എന്ന് പറയുന്ന മുരാരി ബാബു മരണപ്പെട്ടിട്ട് പോലും ഇപ്പോഴും പത്മകുമാറിന്റെ പേര് അവിടെ ഇവിടെ ചിന്നിക്കിടക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനൊക്കെ ഇടക്കാലം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പത്മകുമാർ ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പത്മകുമാർ തന്നെ പറഞ്ഞിട്ട്, ഞാനല്ല ചെമ്പെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണെന്ന് വരെ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കഴിഞ്ഞ സർക്കാരിനെ പിടിച്ചു കുലുക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പിണറായി സർക്കാരിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആഗോള അയ്യപ്പ സംഗമത്തില് അതിഥിയായിട്ട് വിളിച്ചത് സ്റ്റാലിനെയാണ്. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന അച്ഛനും മോനുമാണ് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും. ഇവരെ ആയിരുന്നു മുഖ്യ അതിഥിയായിട്ട് വിളിച്ചത്. പക്ഷെ രംഗം വഷളായതുകൊണ്ട് സ്റ്റാലിൻ അപ്പോൾ വന്നില്ല. അതെന്തുമാകട്ടെ, പക്ഷെ ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പൊരുത്തക്കേടാണ്. ഇത്ര പേര് അവിടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു കണക്ക്, എന്നാൽ അവിടെ അത്രയും പേര് വന്നിട്ടില്ല എന്നുള്ള മറ്റൊരു കണക്ക്. എന്ത് ചെയ്തിട്ടും കണക്കുകളൊന്നും ടാലി ആകാത്ത പോലെയാണ്. ഇപ്പോഴും അതൊക്കെ വലിയ ഒരു വിവാദമായിട്ട് തന്നെ കിടക്കുകയാണ്. പിണറായി സർക്കാർ മൊത്തത്തിൽ ആകുലതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് കാരണം തന്നെ സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ് നമുക്കെടുത്ത് പറയാം. കാരണം ലിസ്റ്റുകൾ നീളുകയാണ്. നമുക്ക് തന്നെ അറിയാം, അതായത് മുരാരി ബാബു വരുന്നു, അതേപോലെ തന്ത്രിനെ ഇടക്കാലം കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ പുറത്തേക്ക് വരുന്നു. അതേപോലെ മുൻപന്തിയിലുള്ള പലരും കേസിലാണ്. പോറ്റിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധം, അവിടെ പോയി കാണുന്നു, വീട്ടിൽ പോയി കാണുന്നു, ഔദ്യോഗിക വസതിയിൽ പോയി കാണുന്നു. ഇതിലെല്ലാം ഇപ്പോഴും സർക്കാരിന്, അതുപോലെ കഴിഞ്ഞ പിണറായി സർക്കാരിന് ഉത്തരം പറയാനില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പിണറായി സർക്കാർ വെറുപ്പിന്റെ ഒരു അടയാളം സൃഷ്ടിച്ചത്. പക്ഷേ ഇപ്പോൾ ആകട്ടെ, മാസമായിട്ട് ഈ ഒരു കറുത്ത പാട് അവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനു മുന്നേ ഇതൊരു ചോദ്യചിഹ്നം ആകാത്തത്? മാതൃഭൂമി ന്യൂസിന്റെ വ്യക്തമായിട്ടുള്ള ചിത്രത്തിൽ പറയുന്നുണ്ട്, ജനുവരി 2-ന് ശേഷം അല്ലെങ്കിൽ 7-ന്റെയും ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതെന്ന്. എന്തുകൊണ്ട് ഈ ഒരു കറുത്ത പാട് അവിടെ വന്നപ്പോൾ തന്നെ ഇത് ശുചീകരണം ചെയ്തില്ല? ശുചീകരണം ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തില്ല. ഇതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം നമുക്കറിയാം, മഴ വന്നു കഴിഞ്ഞാൽ മേൽക്കൂരയിൽ നിന്നെല്ലാം ഒലിച്ചിറങ്ങും. അതേപോലെ തന്നെ ഈ നെയ്യിന്റെ കറ ഒലിച്ചിറങ്ങിയതാകാം എന്നാണ് ഇപ്പോൾ അവിടെ വന്ന ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ ഇതിനു മുമ്പും ശബരിമല ചുറ്റിപ്പറ്റി പല അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകും, സ്വർണം എങ്ങനെ കറുത്ത പാടായി?
അവിടെ നെയ്യിന്റെ ഒറ്റ കറ മാത്രമാണോ അത് കറുത്ത പാടാവുകയുള്ളൂ? ഔദ്യോഗിക നിഗമനം ഇപ്പോൾ കറുത്ത പാട് സ്വർണം കറുത്ത പാടായത് നെയ്യിന്റെ കറ കൊണ്ടാണെന്നാണ്. കാരണം കൂടുതൽ അന്വേഷണമൊന്നും വന്നില്ല. പക്ഷെ കൂടുതൽ അന്വേഷണത്തിന് മുന്നോട്ട് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. സ്വർണം എങ്ങനെ കറുപ്പായി? ഇനിയിപ്പോ സ്വർണം ചെമ്പായതുപോലെ ഇതും അയ്യപ്പന്റെ ശ്രീകോവിലും പറ്റിച്ചതാണോ എന്ന് കണ്ടു തന്നെ അറിയണം.